ഇനിയിപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചു കളയും. ഇതിനു മുമ്പ് വെനിസ്വല പിടിച്ചതുപോലെ അവിടുത്തെ ഭരണാധികാരിയെ അദ്ദേഹത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിൽ കയറി വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് വന്നതുപോലെ മച്ചമ്പി അടുത്ത ഗ്രീൻഫീൽഡാണ് പിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഭൂപടമൊക്കെ അമേരിക്കൻ ഭൂപടത്തോടൊപ്പം ചേർത്ത് വെച്ച് പുറത്തിറക്കി ഞാൻ ഏകാധിപതിയാണെന്നും ജനാധിപത്യം അത്രയൊന്നും വളർന്നിട്ടില്ലെന്നും ഒക്കെ ഒരു വശത്തു കൂടി പറയുകയും മറുവശത്ത് ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ് പുള്ളിയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ബക്കറ്റ് ഉണ്ടാക്കി ആ ബക്കറ്റിൽ എല്ലാവരെയും പറക്കി ഇടുകയും എല്ലാ കരാറുമായിട്ടും നിർത്താതെ ഫലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെയും പിടിച്ച പെട്ടിയിലിട്ടിരിക്കുന്ന നമ്മുടെ ട്രംപ് മച്ചമ്പിയെ പോലെയുള്ള ആളുകളെ അത് വെനിസ്വലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രയാസവും ദുരിതവും കണ്ട് മോഡിജി അവർക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് വ്യാഖ്യാനിക്കുന്ന നമ്മുടെ ശ്രീജിത്ത് പണിക്കർമാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ നന്നാക്കാൻ ശ്രമിച്ച് ഫലം കാണാതെ പിടിച്ചെടുത്ത് മനോഹരമായി കയ്യിൽ വെച്ചിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നാണ് ബുർക്കിനോ ഫാസോ. ബുർക്കിനോ ഫാസോയുടെ അവിടുത്തെ ഭരണാധികാരി ഏകാധിപതിയാണെങ്കിലും ഇബ്രാഹിം ട്രൊയർ എന്ന് വിളിക്കുന്ന അവിടുത്തെ ഭരണാധികാരി നടത്തുന്ന ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ, ശൈലികൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ആഫ്രിക്കൻ രാജ്യത്തിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് അത് മുഴുവൻ സ്വന്തം രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന പഴയ കാലത്തിൻ്റെ അധിനിവേശം ഇനിയും പൂർണ്ണമായും മാഞ്ഞിട്ടില്ലാത്ത വിധം സമാധാന സേനയെയും അല്ലാത്ത സേനയെയും ഇറക്കി കൈകാര്യം ചെയ്യുന്നതിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം ട്രൊയർ നടത്തിയ ശ്രമങ്ങളുടെ ഫലങ്ങളെ സംബന്ധിച്ച വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വെറും 2 വർഷം മര്യാദയ്ക്കൊരു രാജ്യം ഭരിച്ചപ്പോൾ ആഫ്രിക്ക പോലൊരു രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, രാജ്യത്തിൻ്റെ GDP ഏതാണ്ട് $18.8 ബില്യൺ നിന്ന് $22.1 ബില്യൺ വർദ്ധിച്ചു. IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒക്കെ വായ്പകൾ ഇനി ആവശ്യമില്ലെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്കെത്തി. ഇതിനിടയ്ക്ക് വായ്പയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഇന്നലെ ഒരു വായ്പ കണ്ട് വീണ്ടും ഞെട്ടിയായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ വയനാട്ടിലെ ഈ ദുരിതബാധിതർക്ക് ഉജ്ജീവനം എന്ന് പറയുന്നൊരു വായ്പാ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നൊരു വാർത്ത കണ്ടു. എൻ്റെ പൊന്നു പടച്ചോനെ, അത് ആരെടുക്കാതിരിക്കുന്നോ അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഏതായാലും അതങ്ങനെ കേട്ടു. പിന്നെന്താണ്, മിനിസ്റ്റർമാരുടെയും പാർലമെൻറ്റേറിയന്മാരുടെയും ശമ്പളം 30% വെട്ടിക്കുറയ്ക്കുകയും സിവിൽ സർവീസസിൻ്റെ ശമ്പളം 50% കുറയ്ക്കുകയും ചെയ്തു. ബുർക്കിനോ ഫാസോയുടെ എല്ലാ ആഭ്യന്തര കടങ്ങളും 2 വർഷം കൊണ്ട് ഈ ഇബ്രാഹിം ട്രോയെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു. ആദ്യത്തെ 2 ടൊമാറ്റോ പ്രോസസ്സിംഗ് പ്ലാന്റുകൾ സ്ഥാപിച്ചു. 2023 ഗോൾഡ് മൈൻ നവീകരിച്ച് അതിൻ്റെ റിഫൈനിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കി. അൺപ്രോസസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ടുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നടത്തുന്നത് അദ്ദേഹം നിരോധിച്ചു. കാരണം ഇവിടെ നിന്ന് ഓളയമുക്കാ കായിന് കടത്തിക്കൊണ്ടുപോയി അവിടെ പ്രോസസ്സ് ചെയ്ത് വൻ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഹീ കൺസ്ട്രക്റ്റഡ് ഫാസോ സെക്കൻഡ് കോട്ടൺ പ്രോസസ്സിംഗ് ഫെസിലിറ്റി. അതായത് എത്രയോ നാളുകളായി ഒറ്റ കോട്ടൺ ഉൽപ്പാദന സംവിധാനമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഈ 2 വർഷം കൊണ്ട് അടുത്ത ഒരെണ്ണം ഉണ്ടാക്കി. അദ്ദേഹം രാജ്യത്ത് ആദ്യത്തെ നാഷണൽ സപ്പോർട്ട് സെൻറ്റർ ഫോർ ആർട്ടിസിനൽ കോട്ടൺ പ്രോസസ്സിംഗ് ടു ഹെൽപ്പ് സ്മോൾ സ്കെയിൽ കോട്ടൺ ഫാർമേഴ്സ്, ചെറുകിട കോട്ടൺ ഉൽപ്പാദകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി നാഷണൽ സപ്പോർട്ട് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ഹി പ്രൊഹിബിറ്റഡ് ബ്രിട്ടീഷ് സ്റ്റൈൽ ലീഗൽ വിങ്സ് ആൻഡ് ഗ്രോൺസ് ഇൻ കോട്ട്സ്, റീപ്ലേസിംഗ് ദം വിത്ത് ട്രഡീഷണൽ ബുർക്കിനോ ക്ലോത്തിങ്. അതായത് ബ്രിട്ടീഷുകാരുടെ സ്റ്റൈലിലുള്ള കോട്ടും സൂട്ടുമൊക്കെ കോടതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ രാജ്യത്തിൻ്റെ സ്റ്റൈലിലുള്ള വസ്ത്രധാരണമാക്കി. ഹി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് മോർ ദാൻ 400 ട്രാക്ടേഴ്സ്, 239 ട്രില്ലേഴ്സ്, 710 മോട്ടോർ പമ്പ്സ്, 714 മോട്ടോർ സൈക്കിൾ ടു ഫാർമേഴ്സ് ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസ്. അവിടുത്തെ കർഷകർക്കും ബാക്കിയുള്ളവർക്കും നൽകിയ സാധനങ്ങളാണ് ഈ പറയുന്നത്. 400 ട്രാക്ടറുകൾ, ടില്ലറുകൾ, അതോടൊപ്പം തന്നെ മോട്ടോർ പമ്പുകൾ ഒക്കെ. ചെറിയ രാജ്യമാണ്. ഹീ സപ്ലൈഡ് ഇംപ്രൂവ്ഡ് സീഡ്സ് ആൻഡ് എസെൻഷ്യൽ അഗ്രികൾച്ചർ ഇൻപുട്സ് ടു ഇൻക്രീസ് ഈൽഡ്സ്. ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദനക്ഷമത കൂടുതലുള്ള വിത്തുകൾ നൽകി തുടങ്ങി. ടൊമാറ്റോ ഔട്ട്പുട്ട് ഗ്രോ ഫ്രം 3,15,000 മെട്രിക് ടൺസ്. ടൊമാറ്റോയുടെ ഉൽപ്പാദനം
3,15,000 ടണ്ണിൽ 2022 ഉണ്ടായിരുന്നത് 3,60,000 ആക്കി 2024 മില്ലറ്റ് പ്രൊഡക്ഷൻ 9,07,000 മെട്രിക് ടണ്ണായിരുന്നു 2022 അത് 1.1 മില്യൺ മെട്രിക് ടണ്ണാക്കി 2024. അരിയുടെ ഉൽപ്പാദനം 2,80,000 മെട്രിക് ടണ്ണായിരുന്നത് 2022 3,26,000 മെട്രിക് ടണ്ണാക്കി വർദ്ധിപ്പിച്ചു. ഫ്രഞ്ച് മിലിറ്ററി ഓപ്പറേഷൻസ് എല്ലാം ബുർക്കിനോ ഫാസോയുടെ മണ്ണിൽ അവസാനിപ്പിച്ചു, നിരോധിച്ചു. ഫ്രഞ്ച് മീഡിയ ഔട്ട്ലെറ്റ്സ് ബുർക്കിനോ ഫാസയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിർത്തലാക്കി. എന്തിനെന്ന് വെച്ചാൽ അതിലൂടെയാണ് ചാരപ്രവൃത്തി നടന്നിരുന്നത്. ഫ്രഞ്ച് ട്രൂപ്പുകളെയെല്ലാം ബുർക്കിനോ ഫാസയിൽ നിന്ന് ഓടിച്ചു. പുതിയ റോഡുകളും അതുപോലെ നിലവിലുള്ളവ നവീകരിച്ചും പിന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയും അതിനെ ശക്തിപ്പെടുത്തി. അതുപോലെ തന്നെ ഔട്ട്ഗാഡോ ഡോൺസിൻ എയർപോർട്ടിലേക്ക് ഉള്ള പുതിയ അണ്ടർവേ അതിൻ്റെ പണിപ്പുരയിലാണ്. 2025-26 ആകുമ്പോഴേക്കും 1 മില്യൺ പാസഞ്ചേഴ്സ് കപ്പാസിറ്റിയിൽ അത് വർദ്ധിപ്പിക്കുന്ന നടപടികൾക്ക് തുടക്കമായി എന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ നേട്ടങ്ങളായി. വെറും 2 വർഷം കൊണ്ട് ദാരിദ്ര്യമുള്ള ആഫ്രിക്ക എന്ന് പറയുന്ന ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്ത് ഒരു മനുഷ്യൻ നടപ്പിലാക്കിയ നീതിപൂർവമായ ഇടപെടലുകൾ കൊണ്ട് സാധ്യമായത്. ഏകാധിപതിയാണ്, പക്ഷേ ആ ഏകാധിപത്യം തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ നന്മയും രാജ്യത്തിൻ്റെ ക്ഷേമവുമാവുമ്പോൾ അത് പുരോഗതിയിലേക്ക് നയിക്കപ്പെടും. അതാണ് ഇബ്രാഹിം ട്രയോ തൻ്റെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് സമ്പൽ സമൃദ്ധമായ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളുടെ കോളനികളായിട്ട് അല്ലെങ്കിൽ നിഴൽ സർക്കാരുകളെ വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം.